വാഹനങ്ങളിൽ യഥേഷ്ടം സഞ്ചരിക്കുക എന്നത് മനുഷ്യൻ്റെ എക്കാലത്തെയും സങ്കല്പമായിരുന്നു. കുതിരയെപ്പോലുള്ള മൃഗങ്ങളെ ആശ്രയിച്ചുള്ള യാത്രയിൽ നിന്നും അവ വലിക്കുന്ന വാഹനങ്ങളിലേക്ക് മനുഷ്യരാശി വളർന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കമാവുമ്പോഴേക്കും മുകൾ ഭാഗം തുറസായ മോട്ടോർ കാറുകൾ നിരത്തിൽ ഇറങ്ങിത്തുടങ്ങി. കുതിരവണ്ടികളും മോട്ടോർ കാറുകളും നിരത്തുകളിൽ ഓടിത്തുടങ്ങുന്ന കാലമായിരുന്നു പിന്നീട്. ഇന്ന് എറണാകുളം പട്ടണത്തിൽ ഉള്ള അത്ര തന്നെ വാഹന സാന്ദ്രത പല പാശ്ചാത്യ പട്ടണങ്ങളിലും ഉണ്ടായിരുന്നു. വാഹനങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ ഗതാഗത പ്രശ്നങ്ങളും സർവ്വസാധാരണമായി. അതോടെ ഗതാഗത നിയന്ത്രണം അസാധ്യമാണെന്ന അവസ്ഥ വന്നു. 1920 കാലമാകുമ്പോഴേക്കും യൂറോപ്പിലെയും അമേരിക്കയിലെയും നിരത്തുകളിൽ നിന്നും കുതിരവണ്ടികൾ മിക്കവാറും അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. ഇവയുടെ സ്ഥാനത്ത് മോട്ടോർ കാറുകളുടെ ആധിപത്യമായി. 1930-കളാകുമ്പോഴേക്കും മോട്ടോർ വാഹനങ്ങൾ പാശ്ചാത്യ റോഡുകൾ അടക്കി വാണു. കേരളത്തിലെയോ ഇന്ത്യയിലെയോ മിക്ക നഗരങ്ങളിലും ഇന്നു കാണുന്നതിൽ പല മടങ്ങ് വാഹനങ്ങൾ അന്ന് അവിടെ ഓടിത്തുടങ്ങി. വാഹനാപകടങ്ങളും അപകടമരണങ്ങളും കുത്തനെ ഉയർന്നു. ഗതാഗതം നിയന്ത്രിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഒന്നും തന്നെ ഫലം കണ്ടില്ല. ഗതാഗത നിയന്ത്രണത്തിന് എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്ന അന്വേഷണം നടക്കുന്ന കാലം. മിഷിഗണിൽ 1911 കാലത്ത് പാൽ കയറ്റിപ്പോയ ഒരു വണ്ടിയിൽ നിന്നും പാൽ വീണുണ്ടായ വെള്ളരേഖ പിറകെ വന്ന വാഹനങ്ങൾ ഒഴിവാക്കി 2 വശത്തുകൂടി പോകുന്നത് എഡ്വേർഡ് ഹൈൻസ് എന്ന റോഡ് കമ്മീഷണർ കാണുവാൻ ഇടയായി. ഈ ആശയം അദ്ദേഹം നിരത്തുകളിൽ പരീക്ഷിച്ചു. തുടർന്ന് ജൂൺ കരോൾ എന്ന വനിതാ ഡോക്ടറുടെ ശ്രമങ്ങളെ തുടർന്ന് 1924 സാൻ ഫ്രാൻസിസ്കോയിൽ റോഡുകൾക്ക് ലൈൻ മാർക്കിങ്ങുകൾ വേണമെന്ന നിയമം നിലവിൽ വന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ അമേരിക്കയിലും യൂറോപ്പിലും ഏതാണ്ട് പൂർണ്ണമായി ലൈൻ ട്രാഫിക് നിലവിൽ വന്നു. ഏതുവഴി പോകണം, ഏത് ലൈനിലൂടെ സഞ്ചരിക്കണം, എവിടെ നിൽക്കണം, എങ്ങനെ തിരിയണം തുടങ്ങിയ കാര്യങ്ങൾ റോഡിലും വശങ്ങളിലുമായി പ്രദർശിപ്പിച്ചിട്ടുള്ള വരകളുടെയും ചിഹ്നങ്ങളുടെയും ലൈറ്റുകളുടെയും സഹായത്തോടെ യാത്രികരെ അറിയിക്കുന്നു. മനുഷ്യൻ്റെ ഇടപെടലില്ലാതെ ട്രാഫിക് നിയന്ത്രിക്കുന്ന ഈ രീതി പോലീസുകാരുടെ എണ്ണം കുറയ്ക്കാനും അപകടങ്ങൾ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. നമ്മുടെ അയൽരാജ്യങ്ങൾ ഈ മേഖലയിൽ എന്തു ചെയ്യുന്നു എന്ന് നോക്കാം. സിംഗപ്പൂരിലെ ട്രാഫിക് അച്ചടക്കം മാതൃകാപരമാണ്. മലേഷ്യയും ഒട്ടും പിന്നിലല്ല. 20 വർഷം മുമ്പ് വരെ തായ്ലൻഡിലെ സ്ഥിതി നമ്മിൽ നിന്നും വ്യത്യസ്തമായിരുന്നില്ല. ഇന്ന് ആ രാജ്യവും ഏതാണ്ട് പൂർണ്ണമായി ലൈൻ ട്രാഫിക് രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. തായ്ലൻഡിലെ ചില പട്ടണങ്ങളിലെ അച്ചടക്കം കാണുക. പലയിടങ്ങളിലും നമ്മുടെ അത്രമാത്രം അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അവർ അത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നത് കാണാം. ഈ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ചില ദൃശ്യങ്ങളും ശ്രദ്ധിക്കുക. ഈ ഒരു വ്യവസ്ഥയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഘടകം ലൈൻ മാർക്കിങ്ങുകളും സൂചനാ ചിഹ്നങ്ങളുമാണ്. വാഹനങ്ങളുടെ പെരുപ്പത്തിന് ആനുപാതികമായി നിയമപാലകരെ നിരത്തിലിറക്കുക എന്നത് അസാധ്യമാണ്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മ്യാൻമാർ, ഇന്ത്യ, സുഡാൻ തുടങ്ങി വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾ ഒഴിച്ച് ലോകത്ത് മുഴുവൻ ഇന്ന് പ്രചാരത്തിലുള്ള സിസ്റ്റവും ഇതുതന്നെയാണ്. വളരെ ഭംഗിയായി ആലേഖനം ചെയ്ത ലൈൻ മാർക്കിങ്ങുകൾ ഉള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. അവിടുത്തെ ഏതാനും ദൃശ്യങ്ങൾ കാണുക. റോഡുകളിൽ ഉള്ള വരകളും ചിഹ്നങ്ങളും വേണ്ട വിധം രൂപപ്പെടുത്തി പോലീസിന് ആവശ്യമുള്ള പ്രകാരം വാഹനം വളരെ അനായാസം നിയന്ത്രിക്കാനാവുന്നതാണ്. ഇന്നത്തെ ഉയർന്ന വാഹന സാന്ദ്രതയും അവയിൽ നിന്നും പുറന്തള്ളുന്ന പൊടിയും വിഷവാതകങ്ങളും ദീർഘകാലം വാഹനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങി നിന്ന് ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ആരോഗ്യത്തെ തന്നെ സാരമായി ബാധിക്കുന്നതാണ്. ആയതിനാൽ ഇന്ന് നടന്നു പോരുന്ന ഈ പ്രാകൃത ട്രാഫിക് നിയന്ത്രണ രീതി മാറേണ്ടത് അനിവാര്യമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരു ജനത, പല വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും നൽകി നാം ക്ഷണിക്കുന്ന ഒരു വിദേശി
കൊച്ചി എയർപോർട്ട് കണ്ട് സന്തോഷവാനാകുന്നു. ടാക്സിക്കാരുടെയും മറ്റ് ഇടനിലക്കാരുടെയും പീഡനം കഴിഞ്ഞ് അച്ചടക്കരാഹിത്യവും ശിലായുഗത്തിലെ കാടത്വവും അഴിഞ്ഞാടുന്ന നിരത്തുകളിലൂടെ പട്ടണത്തിൽ ജീവനോടെ എത്തുമ്പോൾ ഇവർ പറഞ്ഞ ഈ ദൈവം ആരാണെന്ന് അവൻ ചിന്തിച്ചു പോകും. എത്ര മൂന്നാറും കായൽപ്പരപ്പും കാണിച്ചാലും നമ്മുടെ ഈ രീതികളെക്കുറിച്ച് വെറുപ്പും പുച്ഛവുമായി മാത്രമേ അവർ തിരിച്ചു പോകാറുള്ളൂ. പോലീസിൻ്റെ ശക്തമായ ഇടപെടലും പൊതുജനങ്ങളുടെ പൂർണ്ണ സഹകരണവും ഉണ്ടെങ്കിൽ പ്രാകൃതമായ നമ്മുടെ ഇന്നത്തെ ഡ്രൈവിംഗ് സംസ്കാരം മാറ്റി വികസിത രാജ്യങ്ങളിലേതുപോലെ ചിട്ടയുള്ള രീതി നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ജപ്പാനിലെയും ഇംഗ്ലണ്ടിലെയും ഏതാനും ദൃശ്യങ്ങൾ കാണുക. നമുക്കും ഏതാനും വർഷങ്ങൾ കൊണ്ട് സംസ്ഥാനത്താകമാനം ഈ ഒരു സാംസ്കാരിക വിപ്ലവം കൊണ്ടുവരാം. അങ്ങനെ മറ്റു പല മേഖലകളിലും എന്നതുപോലെ ട്രാഫിക് മേഖലയിലും നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു മാതൃകയാവാം.